ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. പൃഥ്വിരാജിനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഒരു പഴയ ഒരു കട്ടൗട്ട് പോലെ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ അകലെ അങ്ങനെ ആ ഒരു ടൈമിലേക്കുള്ള ഒരു ലുക്കുള്ള പൃഥ്വിരാജിനെയാണ് വരയ്ക്കുന്നത്. പൃഥ്വിരാജിൻ്റെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പുള്ളി 110 ചിത്രത്തിന് മുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ എടുത്തു പറയാൻ പെട്ടെന്ന് അങ്ങനെ പറ്റില്ല നമുക്ക്, എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം ഓരോരോ കഥാപാത്രങ്ങളാണല്ലോ അല്ലേ, ഒരു പല ഐഡിയകളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്ക് എടുത്തങ്ങോട്ട് പറയാൻ പറ്റും. എന്നാലും കുറച്ച് പടങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ വരയ്ക്കണിടയിൽ കേട്ടോ. അതിനേക്കാൾ നല്ല പടങ്ങളൊക്കെ ഉണ്ടാവാം. ഞാനത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കണമുള്ളത് ഞാൻ പറയാം. അങ്ങനെ എനിക്ക് അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ ഒരു സിനിമ, ഈഗോ ക്ലാഷ്, അത് അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു മൂഡിലുള്ളൊരു പടമാണ്. കുഴപ്പമില്ലാത്ത ഇതാണ്. പിന്നെ ജനഗണമന, അത് ഒരു വേറൊരു സ്റ്റൈല് അല്ലേ, ഒരു പ്രത്യേക മൂഡാണ് ആ പടം കാണുമ്പോൾ എനിക്ക് തോന്നിയേക്കണത്. പിന്നെ എനിക്ക് പറഞ്ഞ ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് കേട്ടോ. ഈ ഫ്ലോപ്പായെന്ന് എനിക്ക് തോന്നണേ, അത് അത്ര ഓടിയില്ലെന്ന് എനിക്ക് തോന്നണം. പക്ഷെ എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ പ്രത്യേകിച്ച് ഒരു വരയ്ക്കണ ഒരു ക്യാരക്ടറാണ്. ഈ ആർട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല മൂവി തന്നെയായിരുന്നു. പിന്നെ ആയി വരുന്നുണ്ടോ കണ്ണ്? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. പിന്നെ സെവൻത്ത് ഡേ എനിക്ക് ഇഷ്ടമായി കേട്ടോ. സെവൻത്ത് ഡേ എല്ലാവരും, എൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കാം. സെവൻത്ത് ഡേ ഒരു പ്രത്യേക ഒരു തീമാണ്, നല്ല തീമാണ്. ഒരു പ്രത്യേക ഞാൻ അങ്ങനത്തെ ഒരു തീം കണ്ടിട്ടില്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ പടം ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഞാൻ ആ പടം കണ്ടതാണ്. എന്താണ് ഗുരുവായൂർ നടയിൽ അത് ഫുൾ ഒരു പിടിച്ചിരുത്തും. അത് തന്നെ പിടിച്ചിരുത്തും, കുഴപ്പമില്ല. ഒരു പ്രത്യേക ഒരു മൂഡാണ് ആ പടം കാണുമ്പോൾ. രണ്ടുപേരും നല്ല അഭിനയമായിരുന്നു. ഇത്രയും ഇങ്ങനെ കോമഡി ഭയങ്കര അളിയൻ്റെ കോമഡിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനൊരു പഴയൊരു ഹിന്ദി സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നാം ഷബാന, അങ്ങനെ ഇതാണ്. ഒരു ഏജൻറ്റിൻ്റെ ഒരു പടമാണ്. അതിലൊരു വില്ലനായിട്ട് വരുന്ന ഒരു റോളാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ ആ പടം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പെട്ടെന്ന് നോക്കിയ വില്ലൻ പൃഥ്വിരാജ് എന്നുള്ള ആ ഒരു മൈൻഡിലായി പോയി പെട്ടെന്ന്. പടം ഹിന്ദി വേറെ ഒരു ഏജൻ്റ് ആവുന്നൊരു കഥയാണ്. അത് എനിക്ക് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണ്. കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇങ്ങനെ നമ്മുടെ മലയാള നടൻ ഹിന്ദിയിൽ കയറി, കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു കേട്ടോ. പിന്നെ കടുവ, ഞാൻ കണ്ട പടങ്ങളാണ് പറയണത്. പിന്നെ ഗോൾഡ് എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഗോൾഡ് അങ്ങനെയാണെന്ന് തോന്നുന്ന പേര്. ഒരു ഗോൾഡ് മാറ്റണ ഒരു സിനിമ. അത് ഇടയ്ക്ക് വെച്ചാണ് കണ്ടത്, കുറച്ച് ഭാഗമായിട്ടാണ് കണ്ടത്. എന്നാലും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തോ എന്നുള്ള ആ ഒരു മൂഡിൽ. പിന്നെ അനാർക്കലി എന്ന് പറഞ്ഞ പടം, അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി.
ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. പിന്നെ നല്ലൊരു മൂവിയായിരുന്നു. എല്ലാം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ പിന്നെ ഇന്ത്യൻ റുപ്പി, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ മോളി ആൻഡ് ദി റോക്സ, അങ്ങനൊരു പടം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരുവിധ പടങ്ങൾ മിക്ക പടം. പിന്നെ വേറെ ഞാൻ കണ്ടേക്കണത് കാപ്പ, അതും അങ്ങനെ വേറൊരു മൈൻഡ് അല്ലേ, വേറൊരു മൈൻഡ് പടം. എല്ലാ കഥാപാത്രങ്ങളെല്ലാം വേറെ വേറെ, നല്ല രസമുണ്ട് അഭിനയം. എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അഭിനയമാണ് പുള്ളി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. ആയി വരുന്നില്ലേ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ വന്നിരിക്കാം. ഓക്കെ. പിന്നെ പുള്ളിയുടെ എന്ന് പറയാൻ അമർ അക്ബർ ആൻ്റണി, നല്ല പടമാണ്. ഞാൻ കണ്ട പടങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ആയി വരുന്നുണ്ട് അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇത് വരാം. ഒരു കട്ടൗട്ട് പോലെയാണ് വരച്ചിരിക്കുന്നത്. പുള്ളിക്ക് നല്ല നല്ല പടങ്ങൾ, അടിപൊളി എന്താ പറയുക, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടുക. ഇപ്പം തന്നെ എന്നല്ല, എങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആരെയും കാണുന്നത്, എന്നാലും കമൻ്റ് ഇട്ടേക്കുക. ഓക്കെ, ഏകദേശം പൂർത്തീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേട്ടോ. ആയോന്നറിയില്ല. ഓക്കെ, താങ്ക് യു.